ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഒരു മോം ആൻഡ് ഡോക്ടർ കോംബോ ഡ്രസ്സാണ് കാണിക്കുന്നത്. ഈ ഒരു വർക്ക് ഫുള്ള് കസ്റ്റമൈസ്ഡ് തന്നെയായിരുന്നു. ഫ്ലവർ നെറ്റാണ് മെറ്റീരിയൽ വരുന്നത്. അതിൻ്റെ അടിയിൽ ലൈനിങ് ആയിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് സാറ്റിൻ്റെ മെറ്റീരിയലാണ്. പല വീഡിയോസിൻ്റെ താഴെയായിട്ട് 1-2 കമൻറ്റ് കണ്ടിരുന്നു, നമ്മുടെ ഷോപ്പ് എവിടെയാണ്, എങ്ങനെ ഓർഡർ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ ഇതുവരെ ഓൺലൈൻ ഓർഡേഴ്സൊന്നും എടുത്തിട്ടില്ല. ഷോപ്പിൽ ഡയറക്റ്റ് വരുന്ന ഓർഡേഴ്സ് മാത്രമാണ് നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഗൗൺ നമ്മൾ ഫുൾ എ ലൈനായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫുൾ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിലായിട്ട് 2 ഇൻവിസിബിൾ സിബും അത് കവർ ചെയ്തിട്ട് ഒരു ക്യാപ്പ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഫൈനൽ ലുക്കും അതുപോലെ തന്നെ കസ്റ്റമർ ഇട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. ഷോപ്പിൽ തിരക്കാവുമ്പോൾ അതിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സ് വരലൊക്കെ കൂടെ ആയിട്ട് നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇപ്പോൾ വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി വരും ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ എന്തായാലും എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. മെയിനായിട്ട് ഈ ഒരു ചാനലിലൂടെ നമ്മുടെ ഷോപ്പിൽ അടിക്കുന്ന മോഡലുകളും അതുപോലെ തന്നെ ഡിസൈനുകളൊക്കെ നിങ്ങളിൽ എത്തിക്കുക എന്നതാണ്. അപ്പോൾ അതിലേതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം. നമ്മൾ കട്ടിങ്ങിൻ്റെയും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും ഡീറ്റെയിൽ വീഡിയോ കാണിക്കുന്നില്ലെങ്കിൽ കൂടിയും നമ്മൾ ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയലുണ്ട്. സ്ലീവിൻ്റെ ആയാലും ഏത് മെറ്റീരിയൽ എന്നൊക്കെ നമ്മൾ കംപ്ലീറ്റ് പറയാൻ ശ്രമിക്കലുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഗൗണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് പറ്റിയൊരു ഗൗണാണ്. ഇനി ബേബിയുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കസ്റ്റമർ. അതും നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഫ്രോക്കിൻ്റെ ബാക്കിലൊരു ബോ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിൽ ബോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് നമ്മളെപ്പോഴും ഡ്രസ്സ് അടിക്കുമ്പോൾ കുറച്ച് ലൂസിലടിക്കാൻ നല്ലത്. എന്നിട്ട് നമ്മൾ ബാക്കിലൊരു റോപ്പ് സെറ്റ് ചെയ്തിട്ട് വേണ്ടത്ര ടൈറ്റ് മാനേജ് ചെയ്യാണ് നല്ലത് എപ്പോഴും. അതുകൊണ്ട് ബോ നമ്മൾ ഫ്രണ്ടിലാണ് സെറ്റ് ചെയ്തത്, ബാക്കിൽ റോപ്പും വെച്ച് കൊടുത്തു. ബേബിക്ക് 2 ഷൂവും അതുപോലെ തന്നെ ഹെയർ ബാൻഡൊക്കെ സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. ഇതിൻ്റെ ഒക്കെ ഫൈനൽ ലുക്കും അതുപോലെ കസ്റ്റമർ ഇട്ടിട്ടുള്ള ഫോട്ടോയും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക.